എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യുക. വാപ്പിളിമുക്ക് സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ പുതിയൊരു മോൺസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും തന്നെ ജാഗ്രതയായിരിക്കുക. വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്നിടത്തൊന്നും പുറത്തോട്ട് ഇറങ്ങരുത്. ഗവൺമെന്റ് പറയുന്നത് വരെ എല്ലാവരും തന്നെ സേഫ് ആയിരിക്കുക. നന്ദി, നമസ്കാരം. ഗൈസ് അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ രാവിലെ നീച്ചപ്പോൾ കണ്ടത് ഈ ഒരു ന്യൂസാണ്. അപ്പം നമ്മുടെ സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഒരു മോൺസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നേക്കുന്നത്. നല്ല രീതിക്ക് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മോൺസ്റ്ററാണ്. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയി നോക്കാം. പോലീസ് സ്റ്റേഷൻ എന്തായാലും നമ്മുടെ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും നമ്മുടെ R15 എടുത്തിട്ട് തന്നെ പോവാം. എന്തായാലും നമ്മൾ നടന്നു പോകണ്ട. അഥവാ മോൺസ്റ്റർ വന്നു കഴിഞ്ഞാൽ ബൈക്ക് സ്പീഡ് കൂട്ടി ഓടാൻ പറ്റും. ഗൈസ് അപ്പോൾ വാപ്പിളിമുക്ക് സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ മോൺസ്റ്റർ ഇറങ്ങിയിട്ട് ഒറ്റൊരുത്തനാണെന്നുണ്ടെങ്കിൽ അതൊന്നും നോക്കാതെ പുറത്തോട്ട് ഇറങ്ങി നടക്കുകയാണ്. രണ്ടെണ്ണത്തിന് ഓരോ ചവിട്ട് കിട്ടുമ്പോൾ അറിഞ്ഞു. ഗൈസ് അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തി വെച്ചേക്കുകയാണ്. ഐ തിങ്ക് അത് പറക്കുന്ന സമയത്തെങ്കിലും ആ മോൺസ്റ്റർ വന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള ഡാമേജ് സംഭവിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. എല്ലാവരും ഗൺസൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. സാറേ, SI സാർ എവിടെ? റിസപ്ഷനിൽ ഇരിക്കണ്ടാ, വേഗം പോയിട്ട് പറഞ്ഞോ. എന്താ സംഭവം? എന്താണ്? ഞാൻ നമ്മുടെ മോൺസ്റ്ററിന്റെ പ്രശ്നമല്ലേ അത് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. SI സാറേ, എന്താണ് ഇവിടെ നടക്കുന്നത്? വല്ലതും അറിയുന്നുണ്ടോ? നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നത്? നീച്ചു പോരി. ഒന്ന് പോടാ അവിടെ നിന്ന്. ഞങ്ങളുടെ കയ്യിൽ ആകെ ഉള്ളത് ഒരു ഡബിൾ ഷോട്ട് ഗണ്ണ. ആ ഗണ്ണ് വെച്ച് രണ്ടെണ്ണം പൊട്ടിക്കുമ്പോഴത്തേക്കും ആ സാധനം വന്ന് ഞങ്ങളെ ചവിട്ടിപ്പ് പെപ്പടാക്കിയിട്ടുണ്ടാവും. അല്ല സാറേ, എന്താണ് ഈ സാധനം ഇങ്ങനെ വന്നതെന്ന് വല്ലതും അറിയോ? എടാ അതന്നെ, ആ ലോക്കപ്പ് കിടക്കുന്ന ആ സയന്റിസ്റ്റ് ഇല്ലേ, അവനാണ് അതിന് കാരണം. അവനാണ് അതിന് ഉണ്ടാക്കിയത്. എടാ സയന്റിസ്റ്റേ, നിന്നെ ഞാൻ എടുത്തോളാടാ. നിന്നെ ഞാൻ വെറുതെ വിടലില്ലടാ. എന്തായാലും നമുക്ക് വേഗം പുറത്തോട്ട് പോവാം. സാറേ ഒന്ന് മാറി തരൂ. ആൾ മൈൻഡ് ആക്കുന്നില്ല. കേസ് നമുക്ക് എന്തായാലും ഇതുവഴി അങ്ങ് പോവാം. എന്തായാലും നമ്മുടെ ബൈക്ക് എടുത്തിട്ട് വേഗം പറപ്പിച്ച് വിടാം. നമുക്ക് എന്തായാലും ഗൺസ് മേടിക്കണം. എന്തായാലും ആർമി എത്തുമ്പോഴത്തേക്കും നമ്മുടെ സിറ്റിയുടെ പകുതി തന്നെ നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അത്രയും വലിയൊരു മോൺസ്റ്ററാണ് അത്. പിന്നെ മോൺസ്റ്ററുള്ള വഴിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ആർമി എത്താൻ കുറച്ച് സമയം എടുക്കും. ഹെലികോപ്റ്ററിലൊക്കെ പഞ്ചറാണെന്ന് പറഞ്ഞു കേട്ടത്. എനിവേ നമുക്ക് എന്തായാലും നേരെ പറപ്പിച്ചിട്ട് നമ്മുടെ ആമോ മേടിക്കാൻ എന്തായാലും പോവാൻ. കേസ് ചേട്ടാ ഒന്ന് മാറിക്കേട്ട. മോൺസ്റ്റർ ഇറങ്ങിയ നേരത്തെ അവന്മാർ സൂപ്പർ കാറോട്ട് ഇറങ്ങി നടക്കുന്നത്. എൻ്റെ ചേട്ടാ മാറടാ. ഇപ്പൊ ഇതൊന്നും നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. എന്തായാലും നമ്മുടെ കയ്യും കാലൊക്കെ ഒന്ന് മുറിഞ്ഞിട്ട് എൻ്റെ ചെറിയ മുറിവാണ്. എന്തായാലും നമുക്ക് നൈസിൽ അവിടുന്ന് വേഗം ഓടിയിട്ട് നമ്മുടെ ബുള്ളറ്റും ആമോ ഒക്കെ മേടിക്കാൻ. എന്തായാലും നമ്മുടെ ഗൺസിലൊക്കെ സെറ്റാക്കണം. നമുക്കൊരു RPG കൂടെ മേടിക്കണം. എന്തായാലും നമ്മുടെ ആമോ ഷോപ്പും അല്ല നമ്മുടെ അമ്മൂനേഷൻ എന്തായാലും അവിടെ തുറന്നു വെച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. എന്തായാലും വേഗം പോയിട്ട് നമുക്ക് ഗൺസും കാര്യങ്ങളും മേടിക്കാം. ഞാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം എല്ലാ ഗൺസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഒരു സ്നൈപ്പർ മേടിച്ചിട്ടുണ്ട്, RPG മേടിച്ചിട്ടുണ്ട്, പിന്നെ ഡെസേർട്ട് ഈഗിളും മേടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു AK-47 മേടിച്ചിട്ടുണ്ട്. എന്തായാലും ആ മോൺസ്റ്ററിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഐ തിങ്ക് അവിടെ ആയിട്ടാണ് വരുന്നതെന്ന് പറയുന്നേക്കുന്നുണ്ട്. നമ്മുടെ പഴയ സിറ്റി ഉണ്ടായിരുന്നില്ലേ, അതായത് ഇപ്പോൾ ഉള്ള വലിയ സിറ്റിയുടെ അവിടെ ആയിട്ടാണ് മോൺസ്റ്റർ വന്നിട്ടുള്ളതെന്ന് പറയുന്നേക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് നോക്കി നോക്കാം. കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തേക്കാം. ചേച്ചി പോവാ ഇവിടെ നിന്ന്. ചേച്ചി ഇവിടെ മോൺസ്റ്റർ ഇറങ്ങിയ നേരത്തെ അവർ മറ്റേ വാക്കിന് നടക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. ആ പോകുന്നതാണ്, അതാണ് മോൺസ്റ്റർ. എല്ലാവരും പെട്ടെന്ന് കണ്ടോളൂ. എൻ്റെ മോനെ അച്ചങ്ങായിക്ക് ഇപ്പോൾ ഒരു ചവിട്ട് കിട്ടിയായിരുന്നു. എന്തായാലും ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ട്. എന്തായാലും നമുക്ക് നോക്കാം. മോൺസ്റ്റർ നിൽക്കട അവിടെ. പക്ഷേ അതിന് മലയാളം അറിയില്ല അല്ലേ. ഇത് ആ സാധനത്തിന് കണ്ടത്തിന് മനസ്സിലായി. ഒരു ചവിട്ട് കിട്ടുമ്പോൾ തന്നെ നമ്മൾ എന്തായാലും തീരും. അതിൻ്റെ ഫ്രണ്ടിലോട്ടൊന്നും ചെത്ത് കയറി കൊടുക്കല്ല. അയ്യോ പോട്ടെ. എന്തായാലും നമുക്ക് ആക്സിലേറ്റർ കൊടുത്തിട്ട് നല്ലൊരു സ്ഥലം കിട്ടുമ്പോൾ അവനോട് വെച്ച് തീർക്കാം. എന്തായാലും ബാക്കിലോട്ട് നോക്കാൻ വയ്യ. അവനെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. അവൻ്റെ പല്ലും അവൻ്റെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ തന്നെ അവന് നല്ല ടെറർ സാധനമാണ്. നമുക്കൊന്ന് വെടിച്ച് നോക്കാം. എന്തായാലും പറ്റുമോ നോക്കാം. അത് പിന്നാലെ ഓടുമെന്ന പേടി. എൻ്റെ മോനെ അത് ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. വണ്ടി എടുത്ത് എന്തായാലും നമുക്ക് വേഗം ഓടാം. എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് ഓടാം. അത് നല്ലത്. എന്നിട്ട് അവിടെ എത്തുമ്പോൾ തന്നെ അവിടെ വെച്ച് അടിക്കുക. അതാകുമ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ പ്ലേസ് ആണ്. ചവിട്ട് കിട്ടി കഴിഞ്ഞാൽ അവിടെ കിടക്കും. അപ്പോൾ ജസ്റ്റ് മിസ്സിനാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ നിന്ന് രക്ഷപ്പെട്ടു. അതാണെന്നുണ്ടെങ്കിൽ എന്നെ കണ്ടിട്ടില്ല. നമുക്ക് എന്തായാലും RPG വെച്ച് എണ്ണം കൊടുക്കുക. എൻ്റെ പൊന്ന് അത് തീർന്നെന്ന് തോന്നുന്നത്. ആകാശത്തോട്ടൊക്കെ പോകുന്നുണ്ട്. ഒന്നുകൂടെ വിട്ടു നോക്കാം. എൻ്റെ പൊന്നു അതിനെന്തൊരു പറ്റുമോ? അത് ചത്തോന്ന് തമ്പുരാൻ അറിയ. ഓക്കെ, അത് തീർന്ന കേസ്. നമുക്ക് എന്തായാലും പോലീസുകാരെയും ഫോഴ്സിനെയൊക്കെ വിളിക്കാം. എന്തായാലും നമുക്ക് അടുത്തോട്ട് പോകണ്ട. എന്തായാലും നമുക്ക് അവരൊക്കെ വിളിച്ചിട്ട് എന്തായാലും ഒന്ന് സെറ്റാക്കാം. അവരുടെ വണ്ടി എൻ്റെ കയ്യിലല്ലേ. നമുക്ക് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. അവരാണെന്നുണ്ടെങ്കിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ മോൺസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ആൾക്കാരൊക്കെ കൊണ്ടുപോയി. ഇനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് സയൻറ്റിസ്റ്റിനെ തീർക്കണം. എന്തായാലും ഒന്ന് നോക്കി നോക്കാം. അവൻ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അവനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഐ തിങ്ക് അവനെ ഫുഡ് വല്ലതും കഴിക്കാൻ വേണ്ടി പുറത്തോട്ടിറക്കിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മുടെ ഫോഴ്സിലോട്ട് നമുക്ക് നൈസ് നമ്മുടെ ഈ ഡെസേർട്ട് ഈഗിൾ വെച്ചിട്ട് അവനെ വൺ ടാപ്പ് അടിച്ചിടാന്ന് തോന്നുന്നത്. സാറേ സുഖമില്ല സാറേ, മോൺസ്റ്ററിനൊക്കെ എടുത്ത്. നമുക്ക് എന്തായാലും ഇവനെ അടിച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാം. ഇനി ഇമാതിരി പരിപാടി ഒറ്റൊരുത്തിനും ചെയ്യരുതെന്ന് വെച്ചിട്ട്. അയ്യോ ഇവരാണെന്നിട്ട് ഈ റബ്ബർ ബുള്ളറ്റ് ആണെന്നുണ്ടെങ്കിൽ തെണ്ടിയോട് തന്നെ അടിക്കുന്നു. ഓടിക്കോ. അയ്യോ സാറേ, അടിക്കലേ സാറേ. അയ്യോ സാറേ. എടാ ഇവിടെ കോടതി നിയമം ഉള്ളപ്പോഴാണെന്നുണ്ടെങ്കിൽ അവൻ അടിച്ചിട്ട് കൊന്നേക്കുന്നു. അയ്യോ സാറേ, എൻ്റെ കാലൊടിഞ്ഞു സാറേ. എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് സാറേ.